നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി മാൻസിക് സാറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സർ. അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ അനുഭവങ്ങൾ സംസാരിക്കണം. ഇത്രയും കാലത്തെ ആ ഒരു പ്രീവിയസ് ബാക്കിൽ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്താണെന്നും ഇന്നും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും കൃത്യമായിട്ട് ഓരോ വ്യക്തികളും ഒന്ന് മുന്നോട്ട് വന്നിട്ട് പറയും. ആദ്യം തന്നെ നമ്മുടെ ഭാസ്കർ സാറിനെ വിളിക്കുന്നു. ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അദ്ദേഹം നമുക്ക് വേണ്ട ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതായിരിക്കും. പ്ലീസ് വെൽക്കം. ഇന്നത്തെ ക്ലാസ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം മോട്ടിവേറ്റഡ് ആയിരുന്നു. എന്താ വെച്ചാൽ നമ്മുടെ MMM മീറ്റിങ്ങിൽ നിന്ന് ഒരു ട്രെയിനറെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അത് അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ മോർണിംഗ് മീറ്റ് തന്നെയാണ്. മോർണിംഗ് മീറ്റിൽ അൻസിഫിൻ്റെ പ്രകടനങ്ങൾ അതാണ് സത്യത്തിൽ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലുപരി എനിക്കിവിടെ കിട്ടി എന്നുള്ള സത്യമാണ്. അപ്പം ഇന്ന് എനിക്ക് കിട്ടിയ ക്ലാസ്സിൻ്റെ അനുസരിച്ച് ഞാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, ഇനിയും പുതിയ ആളുകൾ എനിക്ക് വരട്ടെ, കൂടുതൽ ആളുകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ശല്യം ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന സാറിന്റെ പ്രോഗ്രാമിന്റെ ഡേറ്റ് ആയിട്ടുണ്ടോ എന്നാണ്. അങ്ങനെ ചോദിച്ച് ഈ ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ സിന്ധു മേഡം. മേഡത്തിനെ ബുദ്ധിപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് 2 വാക്ക് പറയാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ആണ് കൂടുതലായിട്ടും അൻസീർ സാറിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഡെയിലി വിളിക്കും. സാറ് പറഞ്ഞ മാതിരി സാറിനോട് പറയും, സാറെ മീറ്റിംഗ് വയ്ക്കും സാറേ. ഞാൻ അത് കൂടാനിട്ട് സദാൻ സാറിനെ വിളിച്ച് പറയും, സദാൻ സാറേ ഈ മാസം തന്നെ വയ്ക്കും സാറേ, അൻസീർ സാറിൻ്റെ മീറ്റിംഗ് പങ്കെടുത്താലേ എനിക്ക് രക്ഷയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൂടുതലും പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ മീറ്റിംഗ് എനിക്ക് ഒരുപാട് പ്രചോദനം നൽകിയിട്ടുണ്ട്. കൂടുതൽ ഇപ്പം ഇതിൽ ഒരുവിധം ഉയരത്തിൽ എത്തണം എന്നെനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. ഇപ്പം ഈ മീറ്റിംഗ് കൂടിയതിൽ അങ്ങനെ അൻസിഫ് സാറിന് 1000 നന്ദി. സാറിനെ ഡെയിലി വിളിക്കില്ല. അതുപോലെ ഇപ്പം ഭാസ്കര മാഷ് പറഞ്ഞ മാതിരി ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം വന്നത് രാവിലത്തെ സാറിൻ്റെ ടോപ്പിക്ക് പറയലായിരുന്നു. അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പ്രഷൻ കയറ്റിയത്. അതാണ് ഞാൻ സാറിനെ ഇതുപോലെ ശല്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സാറിന് ഒരുപാട് ഇത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സിന്ധു മേഡത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഒരു തകർച്ചയിൽ നിന്നും പുതിയൊരു തുടക്കം എന്ന് പറയില്ലേ, ഫിനിക്സ് പക്ഷി എന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയുടെ എനിക്ക് തോന്നുന്നത് വരും കാലഘട്ടങ്ങളിൽ എക്കാലവും ഓർമ്മിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു ലേഡി, അയൺ ലേഡി ആയിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം കമ്പനി വെച്ച് ഏത് പ്രൊമോഷൻ ആയാലും ഈ വ്യക്തിയുടെ പേരുണ്ടാവും. അതാണ് ഈ വ്യക്തിയുടെ ഒരു പ്രത്യേകത. ഏത് പ്രോഗ്രാം വാച്ച് വെച്ചപ്പോൾ 2 വാച്ച് വിനറായി, അതിലൊരെണ്ണം സ്പോൺസറായി എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ചെയ്തു. അപ്പൊ ഇതുപോലെ വളരെ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു ടീമിനെ നയിച്ചുകൊണ്ട് മലബാറിന്റെ മണ്ണിലെ പുതിയ ചരിത്രങ്ങൾ രചിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രസന്ന മേഡം. മേഡത്തിനെ 2 വാക്കുകൾ സംസാരിക്കാനായിട്ട് വളരെ ചുരുങ്ങിയ സമയം നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലീസ് വെൽക്കം പ്രസന്ന മേഡം. നമസ്കാരം. സാറ് പറഞ്ഞ പോലെ നല്ലൊരു അയൺ ലേഡിയായി മാറാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പം അത് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പം നെറ്റ്വർക്കിനെ കുറിച്ച് ഞാൻ പറയാന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് കമ്പനിയിൽ ഇങ്ങനെ ഐഡിയ അടിച്ചിട്ടുണ്ട്. ആക്റ്റീവായിട്ടൊരു വർക്കും അങ്ങനെ കൂടുതലായിട്ട് ചെയ്തിട്ടില്ല. അത് ചെയ്തത് വെച്ചാൽ മോഡി കെയറിലാണ് കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ ബ്ലൂ ലൈഫിൻ്റെ പ്ലാൻ കേട്ടപ്പോൾ എനിക്കത് നന്നായിട്ട് ബോധിച്ചു. അതുകൊണ്ടാണ് ഞാൻ വേറെ ഒരുപാട് കമ്പനികൾക്കാർ വന്നു അത് ഇതെന്ന് പറഞ്ഞിട്ടായിട്ടും ഫണ്ടിൻ്റെ കമ്പനികളായിട്ട്. പിന്നെ ഞാൻ ഇനിയൊന്നും ചെയ്യൂല എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്താ വെച്ചാൽ 3 കമ്പനികളാണ് ഫണ്ട് കമ്പനികളിൽ ഞാൻ കുടുങ്ങിയിട്ട് അതിൻ്റെ ബാധ്യതകൾ ലക്ഷങ്ങളുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ പിന്നെ 6 വർഷം മുന്നേ തയ്യൽ കട ഇട്ടിട്ട് ആ കട ഇനി എവിടെയും പോകില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് എന്നിട്ടും നമ്മളെന്താ വെച്ചാൽ ഫീൽഡിലേക്ക് നടക്കുമ്പോൾ പുറത്ത് നടന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾ ഓരോ കമ്പനി വരുമ്പോഴും നമ്മളടുത്ത് വരും.
അങ്ങനെ ഓരോ കമ്പനികളാരും വരും. ചിലപ്പോൾ നമ്മളെ റിലേഷൻ ഉള്ളവരായിരിക്കും, കുടുംബക്കാരായിരിക്കും. അപ്പം നമ്മൾ അവർക്കും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഐഡിയ അടിക്കും, വർക്ക് സ്റ്റാർട്ട് ചെയ്യൂല, അങ്ങനെ ഇരിക്കും. പക്ഷെ ബ്ലൂ ലൈഫ് വന്നിട്ട് ഞാൻ ചെയ്യാൻ കാരണം കമ്പനിയുടെ പ്ലാനാണ്. പിന്നെ നമ്മൾ കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന വ്യക്തികൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള വ്യക്തികളാണെങ്കിൽ മാത്രമേ നമ്മൾ ആ കമ്പനിയിൽ വന്നിട്ട് കാര്യമുള്ളൂ. നമ്മൾക്ക് ലീഡർക്ക് കഴിവുണ്ടെങ്കിലേ നമ്മളെ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. ഇപ്പം എനിക്ക് കഴിവുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരുന്നാലും നമുക്ക് പഠിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയെ കിട്ടിയപ്പോൾ ഒന്നുകൂടി